എല്ലാ സീസണിലും വരുന്ന കോമണേഴ്സിനെ പോലെയല്ല ഇത്തവണത്തെ കോമണർ ആയിട്ടുള്ള റസ്മിൻ ബായി ആ വീട്ടിലെ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് എത്തിക്സോട് കൂടിയിട്ട് കളിക്കുന്ന ഒരാളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മറ്റുള്ള മത്സരാർത്ഥികളെ പോലെയല്ല, സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും ഏറ്റവും സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട്, എന്നാൽ പറയേണ്ട കാര്യങ്ങൾ അത് ആരോടാണെങ്കിലും കൃത്യമായി പറഞ്ഞുകൊണ്ട് എത്തിക്സ് വിടാതെ നന്മയോടുകൂടി കളിക്കുന്ന ഒരാളായിട്ടാണ് റസ്മിനെ ഫീൽ ചെയ്യുന്നത്. ആദ്യത്തെ ആ ഒരു 2 ആഴ്ചയൊക്കെ ഒരു കാര്യമായിട്ട് ആർക്കും പിടികിട്ടാത്തൊരു ക്യാരക്ടറായിരുന്നു റസ്മിൻ്റെതെങ്കിലും ഇപ്പോൾ മനസ്സിലായി വരുന്നുണ്ട്. അതുപോലെ ഫാമിലി ഓഡിയൻസിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് റസ്മിനെ. ഒരു കോമണേഴ്സിന്റെ ചരിത്രം മാറ്റി കുറിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സാധാരണ എല്ലാ സീസണിലും കോമണേഴ്സ് ഒരു ആദ്യത്തെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പുറത്തു പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. വളരെ ചുരുക്കം പേരെ പിടിച്ചു നിന്നിട്ടുള്ളൂ. റസ്മിൻ ഈ ഒരു രീതിയിലാണ് കളിച്ചു പോകുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ആ വീട്ടുകാരുടേതായ പ്രീതികളെല്ലാം റസ്മിൻ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അതുപോലെ ഫൈനൽ വരെ എത്താനുള്ള ഒരു ചാൻസ് റസ്മിനിൽ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ആ ബിഗ് ബോസ് ഹൗസിലെ അവസ്ഥയനുസരിച്ച് പവർ റൂമിൽ ജിൻഡോടൊപ്പം റസ്മിൻ അല്ലാതെ മറ്റാർക്കും കളിക്കാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരി ബാത്റൂമിൽ പോയി അലറി സ്ട്രെസ് കളഞ്ഞിട്ട് വരെയാണ് വന്നിട്ട് ചിരിച്ച് മുഖത്തോടെ ആ വീട്ടിൽ വന്ന് നിന്ന് വീണ്ടും ജിൻഡോയോടൊപ്പം കളിക്കുന്നത്. കാരണം ജിൻഡോയുടെ ഗെയിം സ്ട്രാറ്റജി ഭയങ്കരമായ ഡിഫറെൻ്റ് ആണ്. ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് ജിൻഡോ ആ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ ആ ഒരു സ്ട്രാറ്റജിയുടെ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ ഗബ്രി മനസ്സിലാക്കി അത് പൊളിച്ചടുക്കി കൊടുക്കുന്നുണ്ട് ഇന്നലത്തെ ലൈവിൽ. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 19 ഡേ 18 വിത്ത് 15 കണ്ടസ്റ്റൻസ്. റേറ്റിംഗ് കുറഞ്ഞതിന്റെ പേരിൽ എൻ്റെ മോൾ ഷൈനും ഏഷ്യാനെറ്റും വളരെ വിഷമിച്ച് ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബിഗ് ബോസ് ജിൻഡോയെ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പിസോഡ് കാണുന്ന വ്യൂവേഴ്സിന് ഒരാശ്വാസമുണ്ട്. അതുകൊണ്ട് ലൈവ് കാണുന്നവർക്ക് ദേഷ്യവും വെറുപ്പും, എപ്പിസോഡ് കാണുന്നവർക്ക് സഹതാപവും തോന്നുന്ന ഒരു പക്ക ഗെയിം പ്ലാനാണ് ജിൻഡോയുടേത്. ജിൻഡോ ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് ബിഗ് ബോസിനെ പറ്റി ഒന്നും മനസ്സിലാക്കാതെ വന്ന ആളാണെന്നും ഭയങ്കര ഒരു ഇന്നസെൻസ് കീപ്പ് ചെയ്യുന്ന ഒരാളാണെന്നുള്ള ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് അയാൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ദിവസങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ വീട്ടിൽ ഒരു സ്പേസ് കിട്ടുന്നുണ്ട് ഇപ്പോൾ. കാരണം രതീഷ്, സിജോ, റോക്കി ഒക്കെ പുറത്തു പോയപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള സ്പേസ് ആ വീട്ടിലുണ്ട്. ആ ഒരു സ്പേസ് നന്നായിട്ട് യൂസ് ചെയ്യാൻ, ആക്ച്വലി പറഞ്ഞാൽ മിസ്യൂസ് ചെയ്യാമെന്നും പറയാം, ആ ഒരു രീതിയിൽ നിന്ന് കളിക്കുന്നുണ്ട് ജിൻഡോ. അയാളിപ്പോൾ ഒരു തലച്ചോറ് മാത്രം ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ഗെയിമറായിട്ട് മാറിയിരിക്കുകയാണ്. മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എപ്പിസോഡിൽ അത് മനസ്സിലാവില്ല, ലൈവ് കാണുന്നവർക്ക് കൃത്യമായി മനസ്സിലാവും. ആ ഒരു എലമെന്റ്, മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു എലമെന്റ് ജിൻഡോയുടെ ഗെയിമിൽ ഇല്ല. മേ ബി അത് അയാളുടെ ഗെയിം സ്ട്രാറ്റജി ആവും. ഒരാളും ആ വീട്ടിൽ വരുന്നത് നന്മമരം കളിക്കാനല്ല. എല്ലാവരുടെയും എയിം എന്ന് പറയുന്ന കപ്പ് മാത്രമാണ്. ആ കപ്പിലേക്കുള്ള ഒരു വഴിയാണ് ജിൻഡോ ഇപ്പോൾ വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ വൈൽഡ് കാർഡുകളോ കാര്യങ്ങളോ വരുന്നത് വരെ ജിൻഡോയുടെ ഈ ഒരു ഗെയിം പ്ലാൻ നല്ല അടിപൊളിയായിട്ട് പോകും. കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, ഈ ഒരു 4 ദിവസമായിട്ട് ജിൻഡോ മാത്രമാണ് എപ്പിസോഡുകളിലും ലൈവിലും നിറഞ്ഞു നിൽക്കുന്നത്. ജിൻഡോയുടെ ഗെയിം മാത്രമാണ് ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഓക്കെ, ഇപ്പോൾ എതിരാളികളില്ലല്ലോ, നമുക്ക് കൂളായിട്ട് പോകാം എന്നുള്ള ഒരു ഫീലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയ സ്പേസിൽ നിറഞ്ഞാടി ജിൻഡോ അവിടെ കളിക്കുന്നുമുണ്ട്. ജിൻഡോയ്ക്കെതിരെ ഒരു 3 അലിഗേഷൻസ് ആ വീട്ടിലെ എല്ലാ കണ്ടസ്റ്റന്റുകളും ഒറ്റക്കെട്ടായി നിന്ന് ജിൻഡോയ്ക്കെതിരെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു അലിഗേഷൻസിനും ഒരു മറുപടിയും കൊടുക്കാതെ പവർ ദുരുപയോഗം ചെയ്യുകയാണ് ജിൻഡോ. അതാണ് ജിൻഡോയുടെ സ്ട്രാറ്റജി, ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആ ഒരു ദുരുപയോഗം വഴി ആളുകളിലേക്ക് വല്ലാതെ വെറുപ്പ് എത്തിച്ചിട്ടാണെങ്കിലും, സ്നേഹം കൊണ്ടാണെങ്കിലും, സഹതാപം കൊണ്ടാണെങ്കിലും ഒരേ സമയം ഈ പറയുന്ന ഇമോഷൻസ് എല്ലാം കാണിച്ചുകൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നതാണ് ജിൻഡോയുടെ ഗെയിം. ജിൻഡോ അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. നോറ സത്യത്തിൽ ജിൻഡോയുടെ ടാർഗറ്റേ അല്ല. നോറ ജിൻഡോയുടെ കളിപ്പാവ മാത്രമാവുകയാണ്. ലൈവ് കാണുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുക. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജിൻഡോ നോറയുടെ പുറകെ നടന്ന് നോറയെ ട്രിഗർ ചെയ്യുന്നത് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു നോറയെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന്. ഒരിക്കലുമല്ല, ജിൻഡോയുടെ കളിപ്പാവയാക്കി മാറ്റുകയായിരുന്നു നോറയെ. കാരണം നോറ പെട്ടെന്ന് ട്രിഗേർഡ് ആവുന്ന ഒരാളാണെന്നും ഇമോഷണലി പെട്ടെന്ന് ഫ്ലക്ച്വേഷൻസ് വരുന്ന ഒരാളാണെന്നും നന്നായിട്ട് മനസ്സിലാക്കിയ ജിൻഡോ ആ ഒരു വീക്ക്നെസ്, നോറയുടെ വീക്ക്നെസ്സിനെ സ്വന്തം ഗെയിമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്.
രതീഷിന്റെ പിന്മുറക്കാരനാവാനായിട്ട് ട്രൈ ചെയ്യുകയാണ് ജിൻഡോ എന്നുള്ള തരത്തിൽ രശ്മിൻ ഭായ് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. സത്യത്തിൽ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് രതീഷ് കളിച്ച ആ ഒരു സ്പേസ് ഉണ്ടാക്കി സ്ക്രീനിൽ നിറഞ്ഞാടുന്ന ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ജിൻഡോയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രതീഷിന്റെ പിന്മുറക്കാരനാവാനുള്ള ഊർജം രതീഷ് പോയപ്പോൾ കൊടുത്തിട്ട് പോയതാവണം. ജിൻഡോ ആ ഒരു ഊർജത്തെ നല്ല രീതിയിൽ ആവാഹിച്ച് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ സ്വന്തം നേരിൽ വന്ന ഒരു അലിഗേഷൻസും ഏറ്റെടുക്കാതെ പക്ഷെ നിങ്ങളൊക്കെ എന്നെ ഇത്രയ്ക്ക് പറയുന്നതിൻ്റെ പേരിൽ, നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ ആ ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് കുരിശുമരണം സ്വയം ഏറ്റെടുത്ത് മാതൃകയാവാൻ തയ്യാറാവുകയാണ് ജിൻഡോ. അതും ജിൻഡോയുടെ ഒരു ഗെയിം പ്ലാനാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറേ അതും ഇതൊക്കെ പറഞ്ഞ് ആ വീട്ടിലുള്ളവരെയൊക്കെ വെറുപ്പിച്ച് മാറ്റി നിർത്തി എല്ലാവരെയും ഓപ്പോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാക്കിയതിന് ശേഷം ജിൻഡോ അവിടെ ഒരു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കുന്നുണ്ട്. വ്യൂവേഴ്സിന്റെ സിമ്പതി ആയിരിക്കും ജിൻഡോ ഉദ്ദേശിക്കുന്നത്. എപ്പിസോഡ് കാണുമ്പോൾ ഉറപ്പായിട്ടും എപ്പിസോഡ് മാത്രം കാണുന്നവർ ആ ഒരു സിമ്പതി ട്രാക്കിൽ വീണു പോവുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു പൊട്ടിക്കരച്ചിൽ സീനിന് ശേഷമുള്ള അടുത്തൊരു നാടകമായിരുന്നു വെയിലത്ത് ഒറ്റയ്ക്ക് പോയിരുന്നിട്ടുള്ള ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യുന്ന അടുത്ത സീന്. എന്തിൻ്റെയൊക്കെയോ പേരും പറഞ്ഞിട്ട് പിണങ്ങിപ്പോയി വെയിലത്ത് പോയി ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. ആരും മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. പക്ഷെ കുറെ കഴിഞ്ഞപ്പം ശ്രീരേഖയും ജാസ്മിനും ഫുഡ് കഴിക്കാനെന്ന പേരിൽ പോയിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടായി. അപ്പോഴും പുള്ളി ഒട്ടും ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അതേ ഒരു രീതിയിൽ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു സിമ്പതി അയാൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എപ്പിസോഡ് കാണുന്നവർ ആ ഒരു ഇതിൽ വീണു പോവുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇത്തവണ ബിഗ് ബോസിലെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച ഒരു ടാസ്ക് ആയിരുന്നു. പവർ റൂമിന്റെ ലാസ്റ്റ് ഫൈനൽ ടാസ്ക് ആയിരുന്നു. 2.5 അല്ലെങ്കിൽ 3 മണിക്കൂർ ആ ഒരു അത്രയും ടൈം ആ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിൻഡോയും റസ്മിനും പവർ ടീമിൽ നിന്നുകൊണ്ടും ടീം നെസ്റ്റിൽ നിന്നുകൊണ്ടിട്ട് അപ്സരയും ശരണ്യയുമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. 4 പേരും നല്ല അടിപൊളിയായിട്ട് പൊരുതി നിന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാന്ന് പറഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ട് തന്നെയാണ് ജിൻഡോയും റസ്മിനും ആ ഒരു പവർ ടീം സ്ഥാനം വീണ്ടും നിലനിർത്തിയിരിക്കുന്നത്. ഇതായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ്സ് ആയിട്ടുണ്ടായിട്ടുണ്ടെന്ന കാര്യങ്ങൾ. ലൈവിൽ വന്ന കാര്യങ്ങൾ അപ്പം ഇന്നലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പിസോഡ് ഹൈലൈറ്റ് മാത്രം എടുത്തിട്ടാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഇനി ഇതിന് സിജോയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. സിജോ വരുമോ ഇല്ലയോ എന്നുള്ളതിലും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷെ വരുമെന്ന് പ്രതീക്ഷ തന്നെയാണ് വ്യൂവേഴ്സും ആ ഒരു വീട്ടിലുള്ളവരൊക്കെ ഇരിക്കുന്നത്. ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ബിഗ് ബോസ്. എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം.